അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗുജറാത്ത് സന്ദർശനത്തിൻ്റെ ആദ്യത്തെ സ്ഥലത്താണ്. മഹാത്മാഗാന്ധിയുടെ താമസ സ്ഥലമായിരുന്ന ഒരു 13 വർഷത്തോളം അദ്ദേഹം താമസിച്ച ഹൃദയ കുഞ്ചിൻ്റെ മുമ്പിലാണ്. സബർമതി ആശ്രമത്തിലെ ഹൃദയ കുഞ്ച്. സബർമതി ആശ്രമം കാണാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം വായിച്ച് പരിചയപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് സബർമതി ആശ്രമം. ഇപ്പം നമ്മളത് കാണാനായിട്ട് പോവുകയാണ്. മെയിൻ റോഡ് വേറെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയും മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ഇത് ഓപ്പൺ അല്ലായിരുന്നാലും വിചാരിച്ചത് ഇന്നലെ ഒരാൾ അപ്ഡേറ്റ് നടന്നത്. അപ്പോൾ ഇവിടെ നോർമലി നമുക്ക് 45 to 1 hourനുള്ളിൽ, കാരണം ഇനി ഉള്ള എല്ലാ സ്ഥലങ്ങളും ഗാന്ധി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സബർമതി ആശ്രമം. സബർമതി ആശ്രമത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് 6 കെട്ടിടങ്ങളുണ്ട്. ഇവിടെ സബർമതി നദിയുടെ തീരത്ത് തന്നെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് സബർമതി നദി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സബർമതി നദി. ഇത് റിവർ ഫ്രണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വൈകിട്ടൊക്കെ വന്ന് വിശ്രമിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. സബർമതി ആശ്രമത്തിൽ നമ്മൾ ആദ്യം കാണുന്ന ബിൽഡിംഗ് ഇതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ്. 1913-നും 17-നും 30-നും ഇടയ്ക്ക് മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും താമസിച്ചിരുന്ന സ്ഥലമാണിത്. നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഗാർഡനുകളും നദീതീരവും ഒക്കെ ആയിട്ട്. മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ദണ്ഡി യാത്രയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മൂവ്മെൻ്റായിരുന്നു ദണ്ഡി യാത്ര. അതുകൊണ്ട് തന്നെയാണ് സബർമതി ആശ്രമത്തിന് നാഷണൽ മെമ്മോറിയലാക്കി പ്രഖ്യാപിച്ചത്. ഹൃദയ കുഞ്ച്, റെസിഡൻസ് ഓഫ് ബാപ്പുജി, നന്ദിനി ഗസ്റ്റ് ഹൗസ് ഓഫ് ദി ആശ്രമം, വിനോബ കുടീർ, മീര കുടീർ എന്ന് പറയും. മകൻ നിവാസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. മകൻ നിവാസ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ അനന്തരവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഈ സബർമതി ആശ്രമത്തിൽ കുറേ പരിഷ്കാരങ്ങളൊക്കെ വരുത്തുകയും ഈ ചർക്ക അങ്ങനെ നൂല് നൂർക്കുന്ന യന്ത്രത്തിനൊക്കെ കുറേ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തുകയും നമ്മളെ ഖാദി വസ്ത്രങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ആവുള്ള കാരണം പുള്ളിയുടെ ശ്രമഫലമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അതറിയപ്പെടുന്നത്. മകൻ നിവാസ്. ഇതായിരിക്കും ഹൃദയ കുഞ്ച്. മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന സ്ഥലമാണ്. മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും താമസിച്ചിരുന്ന സ്ഥലം. ഇതാണ് ഹൃദയ കുഞ്ച്. മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും റെസിഡൻസാണ്. ഇത് 6 മുറികളുണ്ട്. ഇതിവിടുത്തെ കിച്ചനാണ്. കിച്ചൺ റൂം. തറയിലൊക്കെ തൊട്ടിട്ട് നല്ല തണുപ്പുണ്ട്. റെപ്ലിക്കാസ് മഹാത്മാഗാന്ധിയൊക്കെ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, കണ്ണാടി, സ്പൂണുകൾ, പ്ലേറ്റ്, ടംബ്ലർ ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചർക്ക ഒരെണ്ണം ഇരിപ്പുണ്ട് ഇവിടെ. ഒറിജിനലാണ്. മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന ചർക്കയാണിത്. വിദേശത്തെയും സ്വദേശത്തെയും വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ വരുമ്പോൾ ഇവിടെ ഇരുന്നാണ് മഹാത്മാഗാന്ധി അവരെ സ്വീകരിച്ചിരുന്നത്. ഇത് ഗസ്റ്റ് റൂമാണിത്. ഇതാണ് ഗാന്ധിജി താമസിച്ചിരുന്ന റൂം. അദ്ദേഹം നൂറ്റിരുന്ന ചർക്കയും ആ ഇരിപ്പിടമൊക്കെയാണ് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രവേശനമില്ല. വിനോബ ഭാവെ ഇവിടെ താമസിച്ചിരുന്ന വീടാണ്. വിനോബ കുടീറെന്നും മീര കുടീറെന്നും അറിയപ്പെടുന്നു. ഒരു ഹട്ടാണ്. 2 പേരിലാണ് അറിയപ്പെടുന്നത്. വിനോബ കുടീരും മീര കുടീർ. വിനോബ ഭാവെ ഇവിടെ താമസിച്ചിരുന്നിട്ടുണ്ട്.
ഇതാണ് റൂം. സബർമതി റിവറിലേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കാലടിയിലെ ശങ്കരാചാര്യ ആശ്രമമാണ്. അവിടെ നിന്ന് ഇതിനൊക്കെ സ്റ്റെപ്പൊക്കെ വെക്കിയിട്ട് നദിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ ഒരു ലുക്കുണ്ട്. ഈ ബിൽഡിംഗ് ഏതാണെന്ന് നോക്കാം. എൻ്റെ പേര് എഴുതി വെച്ചേക്കുന്ന കണ്ടില്ല, നോക്കണം. നന്ദിനി ഗസ്റ്റ് ഹൗസ്. അന്നത്തെ കാലത്ത് ഇവിടെ വരുന്ന അതിഥികൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഒന്നും തുറന്നിട്ടിട്ടില്ല, അകത്ത് കയറി കാണാനൊന്നും പറ്റില്ല. പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ബുക്ക് ഷോപ്പാണ്. പിന്നെ ഖാദി ഉൽപ്പന്നങ്ങളൊക്കെ, ലൈബ്രറി ഉണ്ട്. ബുക്ക് ഷോപ്പ്, ലൈബ്രറി, ഖാദി ഉൽപ്പന്നങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലം, ഇതെല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഗാന്ധിജിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചർക്കയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം പത്ര കട്ടിങ്സുകളൊക്കെയാണ് എൻലാർജ് ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലും ഗുജറാത്തിലെയൊക്കെ സ്കൂൾ കുട്ടിയൊക്കെ ഭാഗ്യമുണ്ട് മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന സ്ഥലവും ആശ്രമവും ഒക്കെ കാണാനുള്ള. നമ്മളെയൊക്കെ കുട്ടികൾ കേരളത്തിൽ നിന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെയൊക്കെ വരുന്നതെന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാവരും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ സമയവും. ഇതെല്ലാം മഹാത്മാഗാന്ധിയുടെ ഫോട്ടോഗ്രാഫ്സൊക്കെയാണെല്ലാം ഓരോ വർഷത്തെയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ.
പിക്ചർ ഗാലറിയാണ് ഇവിടുത്തെ മ്യൂസിയത്തിൽ. ആ കാണുന്നത് ദണ്ഡി മാർച്ചിൻ്റെ പിക്ചറാണ്, ഫോട്ടോ പെയിൻറ്റിങ് ആണ്. ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്, ആ സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ താമസിച്ചിരുന്ന ഒരു 13 വർഷത്തോളം താമസിച്ചിരുന്ന സബർമതി ആശ്രമം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് ഇവിടെ. ആ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ചർക്കയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചർക്കയെന്ന് പറഞ്ഞാൽ നൂല് കുലുക്കുന്ന യന്ത്രം. ഇതാണ് ഉപാസന മന്ദിർ. ഈ സ്ഥലത്തിന് ഉപാസന മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധി എല്ലാ ദിവസവും രാവിലെ ഇവിടെയാണ് ആശ്രമങ്ങളിലെ അംഗങ്ങൾക്കെല്ലാം ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം.